അൻസില ന്യൂസ് ഡെസ്കിൽ നിന്ന് ചേരുന്നു. അൻസില, എന്തായാലും രണ്ട് കളി ജയിച്ചു നിൽക്കുകയാണ്. പരമ്പര തൂത്തുവാരാനാണ് ഇന്ത്യ ഇന്ന് ഇറങ്ങുന്നത്. ഇതുവരെ കൂടുതൽ പേർ സ്റ്റേഡിയത്തിലേക്ക് എത്തിയിട്ടില്ല. എങ്കിലും എങ്ങനെ ഒരു മത്സരമാണ് ഇന്ത്യൻ ആരാധകർ അവിടെ പ്രതീക്ഷിക്കുന്നത്? വിജി, തീർച്ചയായും ഈ 3 മത്സരങ്ങളുള്ള പരമ്പരയിലെ 2 മത്സരങ്ങളും ഇന്ത്യ ജയിച്ച് നിൽക്കുന്നതുകൊണ്ട് തന്നെ ആരാധകർക്ക് ഇന്നത്തെ മത്സരം ഇന്ത്യ ജയിച്ചതിനാൽ തന്നെ ഇന്നത്തെ മത്സരം ഇന്ത്യ ജയിക്കുമെങ്കിലും ശ്രീലങ്ക ഒരു ആശ്വാസ വിജയം തേടി ഇന്ന് ഇറങ്ങുമെന്നതിൽ ഒരു സംശയവുമില്ല. അതിനാൽ തന്നെ ഇന്നത്തെ മത്സരത്തിലും മികച്ചൊരു പോരാട്ടം തന്നെ നമുക്ക് കാണാൻ സാധിക്കും. എങ്കിലും ഇന്ത്യ 2 മത്സരങ്ങൾ ജയിച്ച് പരമ്പര സ്വന്തമാക്കിയതിനാൽ ചിലപ്പോൾ കഴിഞ്ഞ മത്സരത്തെ പ്ലേയിങ് 11-ൽ നിന്ന് ഇന്ന് മാറ്റങ്ങൾ ഇന്ത്യൻ ടീമിൽ ഉണ്ടായേക്കാനുള്ള സാധ്യതയും വളരെ കൂടുതലാണ്. അതോടൊപ്പം തന്നെ നമ്മൾ കാര്യവട്ടം ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തെ എടുത്തു നോക്കുകയാണെങ്കിൽ ഇന്ത്യയുടെ ഒരു ഭാഗ്യവേദി എന്ന് തന്നെ കാര്യവട്ടത്തെ വിശേഷിപ്പിക്കേണ്ടിയിരിക്കുന്നു. കാരണം കഴിഞ്ഞ 4 മത്സരങ്ങളിലും 3 മത്സരങ്ങളിലും ഇന്ത്യ കാര്യവട്ടത്ത് ജയിച്ചിട്ടുണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ 3.5 മാസം മുൻപ് നടന്ന ഇന്ത്യ ദക്ഷിണാഫ്രിക്ക 2020 മത്സരത്തിലും മികച്ചൊരു വിജയം തന്നെ ഇന്ത്യ നേടിയിട്ടുണ്ടായിരുന്നു. അന്ന് നിറഞ്ഞ ആരാധകരുടെ നടുവിലാണ് ഇന്ത്യ 2020 വിജയം സ്വന്തമാക്കിയിട്ടുണ്ടായിരുന്നത്. അന്ന് സൂര്യകുമാർ യാദവിൻ്റെയും KL രാഹുലിൻ്റെയും സെഞ്ചുറികളുടെ മികവും അതോടൊപ്പം തന്നെ ഇന്ത്യൻ ബാറ്റിംഗ് നിരയുടെ ഒരു വ്യക്തമായ കരുത്തും അന്നത്തെ മത്സരത്തിൽ കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. എന്നാൽ ഇന്നത്തെ മത്സരത്തിലേക്ക് വരികയാണെങ്കിൽ നേരത്തെ ഹരീഷ്മ സൂചിപ്പിച്ചതുപോലെ തന്നെ ആരാധക വൃന്ദത്തിൻ്റെ ഒരു കുറവിനുള്ള ഒരു പ്രധാന കാരണമായി എടുത്തു പറയേണ്ടത് പരമ്പര ഇന്ത്യ സ്വന്തമാക്കിയത് തന്നെയാണെന്നാണ്. അതോടൊപ്പം തന്നെ മുതിർന്ന താരങ്ങൾക്ക് ചിലപ്പോൾ ഇന്ത്യൻ ടീം വിശ്രമം അനുവദിച്ചേക്കാമെന്നൊരു കാരണവും ഇതിന് കാരണമായി പറയപ്പെടുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഗ്രീൻഫീൽഡിലെ പിച്ച് നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ ഗ്രീൻഫീൽഡിലെ പിച്ച് അത് ബൗളിങ്ങിന് അനുകൂലമായ ഒരു പിച്ചാണ്. അതിനാൽ തന്നെ ഇന്ന് ആദ്യം ടോസ് നേടുന്ന ടീം ഫീൽഡിങ് തിരഞ്ഞെടുക്കാനാണ് കൂടുതൽ സാധ്യത നമ്മൾ കണക്കാക്കുന്നത്. അതോടൊപ്പം തന്നെ ഇന്ത്യൻ ടീം നിരയിലേക്ക് വരികയാണെങ്കിൽ പ്ലേയിങ് 11 നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ ശുഭ്മാൻ ഗില്ലിനും ശ്രേയസ് അയ്യർക്കും പകരം ഇഷാൻ കിഷനും സൂര്യകുമാർ യാദവും പ്ലേയിങ് 11ലേക്ക് എത്താനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇരുവരും ആദ്യ ഏകദിനങ്ങളിൽ മത്സരിച്ചിട്ടുണ്ടായിരുന്നില്ല. അതിനാൽ തന്നെ ഇന്നത്തെ മത്സരങ്ങളിൽ ഇവരെ ഉൾപ്പെടുത്താനുള്ള സാധ്യതയും കണക്കാക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ വിക്കറ്റിന് പിന്നിൽ KL രാഹുൽ തന്നെയായിരിക്കും ഉണ്ടാവുക. പ്രധാനമായും ഇന്ത്യൻ ടീം ബാറ്റിംഗ് നിരയിൽ കൂടുതൽ പരീക്ഷണങ്ങൾക്ക് മുതിരാതെ ബൗളിംഗ് നിരയിലായിരിക്കും ഇന്ത്യൻ ടീമിൽ മാറ്റങ്ങൾ ഉണ്ടാവുക എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കാരണം ഇനി വരുന്ന ഏകദിന ലോകകപ്പ് മുൻനിർത്തി ഇന്ത്യൻ ടീമിലെ പ്രധാന താരങ്ങൾക്കെല്ലാം വിശ്രമം അനിവാര്യമാണ്. അതിനു മുൻപും മറ്റു രാജ്യങ്ങളുമായുള്ള ഏകദിന മത്സരങ്ങളുണ്ട്. അതിനാൽ തന്നെ ടീമുകളിലെ പ്രധാന താരങ്ങൾക്കെല്ലാം വിശ്രമം അനുവദിക്കേണ്ടത് അനിവാര്യമായതിനാൽ ഇന്ന് ബൗളിംഗ് നിരയിൽ വ്യക്തമായ മാറ്റങ്ങൾ ഉണ്ടായേക്കാമെന്നാണ് ലഭിക്കുന്ന സൂചനകൾ. സ്പിൻ ഓൾറൗണ്ടർ അക്സർ പട്ടേലിനെയും ഇന്നത്തെ ഏകദിനത്തിൽ നിന്ന് മാറ്റി നിർത്താനുള്ള സാധ്യത കാണുന്നുണ്ട്. അക്സർ പട്ടേലിന് പകരം വാഷിംഗ്ടൺ സുന്ദറിനെ ഇന്നത്തെ ഏകദിനത്തിൽ കളിപ്പിക്കാനാണ് കൂടുതൽ സാധ്യത നമ്മൾ കണക്കാക്കുന്നത്. അതോടൊപ്പം തന്നെ 2ാം ഏകദിനത്തിൽ പ്ലെയർ ഓഫ് ദ മാച്ചായ കുൽദീപ് യാദവ് ടീമിൽ തുടരാനുള്ള ഒരു സാധ്യതയും കണക്കാക്കപ്പെടുന്നുണ്ട്. കഴിഞ്ഞ മത്സരത്തിൽ പകരക്കാരനായിട്ടായിരുന്നു കുൽദീപ് യാദവ് ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. അതോടൊപ്പം തന്നെ പേസർമാരിൽ ഉമ്രാൻ മാലിക്കിന് പകരം അർഷ്ദീപ് സിംഗ് കളിക്കാനുള്ള സാധ്യതയും കണക്കാക്കപ്പെടുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഇതിൽ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് കാര്യവട്ടം ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിൽ ക്രിക്കറ്റ് ആരാധകരെല്ലാം കാത്തിരിക്കുന്നത് തന്നെ സൂര്യകുമാർ യാദവ് ഇന്നത്തെ മത്സരത്തിൽ കളിക്കുമോ എന്നറിയാൻ തന്നെയാണ്. കാരണം കഴിഞ്ഞ പ്രാവശ്യം കാര്യവട്ടം നടന്ന ഇന്ത്യ ദക്ഷിണാഫ്രിക്ക 2020 പരമ്പരയിൽ അർദ്ധ സെഞ്ചുറി നേടി മികച്ചൊരു ഫോം തന്നെ സൂര്യകുമാർ യാദവ് പുറത്തെടുത്തിട്ടുണ്ടായിരുന്നു. അതിനാൽ തന്നെ ഇന്നത്തെ പ്ലേയിങ് 11-ൽ സൂര്യകുമാർ യാദവ് ഉൾപ്പെടുമോ എന്നാണ് ക്രിക്കറ്റ് ആരാധകർ മുഴുവൻ നോക്കിക്കാണുന്നത്. തകർപ്പൻ ഫോമിലാണ് ഇപ്പോൾ സൂര്യകുമാർ യാദവ് നിൽക്കുന്നത്. അവസാനമായി ഇന്ത്യക്കായി സൂര്യകുമാർ യാദവ് ക്രീസിലെത്തിയത് കഴിഞ്ഞ ആഴ്ച നടന്ന രാജ്കോട്ട് 2020-ലായിരുന്നു. അന്ന് 51 പന്തിൽ 112 റൺസുമായി അത് പുറത്താവാതെ 112 റൺസുമായി സൂര്യകുമാർ യാദവ് തിളങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ സൂര്യകുമാർ യാദവിന്റെ കോഹ്ലിയുടെയും ഒക്കെ വെടിക്കെട്ട് ബാറ്റിംഗ് കാണാനാണ്, ആ ബാറ്റിംഗ് ഉത്സവം കാണാനാണ് ഇന്ന് പ്രധാനമായി. ഇത് തീർച്ചയായും നേരത്തെ അൻസില പറഞ്ഞ പോലെ ബോളിങ്ങിന് അനുകൂലമായ ഒരു പിച്ചാണ്, സാഹചര്യങ്ങളാണ്. എങ്കിലും നല്ലൊരു ബാറ്റിംഗ് കാണാൻ അല്ലെങ്കിൽ ഒരു കൂടുതൽ സ്കോറിലേക്ക് ഇന്ത്യ പോകുന്നത് കാണാൻ ആരാധകർ തടിച്ചുകൂടില്ലേ?
തീർച്ചയായും അങ്ങനെ തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ബൗളിങ്ങിന് അനുകൂലമായ പിച്ചാണ് കാര്യവട്ടത്തെങ്കിലും അതിൽ എടുത്തു പറയേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് ബൗണ്ടറികൾ, ചെറിയ ബൗണ്ടറികളിലായ തന്നെ ബൗണ്ടറികൾ പെട്ടെന്ന് നേടാൻ സാധിക്കുന്ന തരത്തിലുള്ളൊരു പിച്ചും കൂടിയാണ് കാര്യവട്ടം ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിൽ. അതിനാൽ തന്നെ ബൗണ്ടറികൾ സ്വന്തമാക്കിയിട്ടുണ്ടെങ്കിൽ റൺസ് നില ഉയർത്താൻ കഴിയുന്ന ഒരു പിച്ചാണത്. അതിനാൽ തന്നെ ഇന്ന് റൺ റേറ്റിലും റൺസും ഉയർത്താൻ ബാറ്റിംഗ് നിര മികച്ച ഫോമിലെത്തിയാൽ റൺ മഴ തന്നെ കാര്യവട്ടം ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിൽ ഒഴുകും എന്ന് നമുക്ക് പറയേണ്ടിയിരിക്കുന്നു. അതോടൊപ്പം തന്നെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ സൂര്യകുമാർ യാദവിൻ്റെയും വിരാട് കോഹ്ലിയുടെയും അതുപോലെ തന്നെ കഴിഞ്ഞ 2 ഏകദിനത്തിലും ആദ്യത്തെ ഏകദിനത്തിലൊക്കെ ക്യാപ്റ്റൻ രോഹിത് ശർമ്മയും തിളങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവരുടെ എല്ലാം വെടിക്കെറ്റ് ബാറ്റിംഗ് കാണാൻ തന്നെയായിരിക്കും ഇന്ന് ആരാധകർ തടിച്ചുകൂടുക എന്നതിൽ സംശയമില്ല ഫിജി. അൻസില, ശ്രീലങ്കയെ സംബന്ധിച്ച് ഇതൊരു ആശ്വാസ ജയത്തിനാണ് നിൽക്കുന്നത്. വലിയ താരങ്ങൾ കളിക്കാൻ ഇറങ്ങിയേക്കില്ല എന്ന് മനസ്സിലാക്കുന്നു. എങ്കിലും എങ്ങനെ പൊരുതി കളിക്കാൻ തന്നെയായിരിക്കുമോ ശ്രീലങ്ക തീരുമാനിക്കുക? തീർച്ചയായും ഫിജി, ശ്രീലങ്കയെ സംബന്ധിച്ചിടത്തോളം തുടർച്ചയായ 2 തോൽവികളാണ് ശ്രീലങ്കയ്ക്ക് ഏറ്റുവാങ്ങേണ്ടി വന്നിരിക്കുന്നത്. അതിനാൽ ഇന്നത്തെ ജയം ഒരു ആശ്വാസ ജയമെങ്കിലും ശ്രീലങ്കയ്ക്ക് അനിവാര്യമാണ്. അതോടൊപ്പം തന്നെ ഇനി വരുന്ന ലോകകപ്പ്, ഏകദിന ലോകകപ്പ് മുൻനിർത്തി ശ്രീലങ്കയ്ക്ക് ജയിക്കേണ്ടതുണ്ട്. കാരണം ഈ വരുന്ന ഏകദിന മത്സരങ്ങളിലെ എല്ലാം അവരുടെ ഫോം ഏകദിന ലോകകപ്പിലും വളരെയധികം നിർണായക സ്വാധീനം ചെലുത്തുമെന്ന് തന്നെ നമ്മൾ അറിയേണ്ടതുണ്ട്. അതിനാൽ തന്നെ ഇന്ന് വളരെ മികച്ചൊരു പെർഫോമൻസ് പുറത്തെടുക്കാൻ തന്നെയായിരിക്കും ശ്രീലങ്കൻ ടീമും കാര്യവട്ടം ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിൽ അണിനിരക്കുക എന്നതിൽ സംശയമില്ല.